എടി നീ പള്ളിയിൽ വരുന്നില്ലേ? ഇപ്പോൾ തന്നെ സമയം താമസിച്ചു. ഞാൻ പോവാ, നീ വരുന്നുണ്ടോ? ഓ, ഞാൻ വരുന്നില്ല ഇച്ചായ. എനിക്കൊരു ഓർഡർ ഇന്ന് വരും. ഇന്നലെ വാങ്ങാൻ പറ്റിയില്ല. അടുത്ത ആഴ്ച തോമാച്ചന്റെ മോടെ കല്യാണത്തിനിടാനുള്ള സാരിയാണ്. നിന്നോട് ഞാൻ പല തവണ പറഞ്ഞിട്ടുള്ളതാ, ഇങ്ങനെ അനാവശ്യ കാര്യങ്ങൾക്ക് വേണ്ടി ആത്മീയ കാര്യങ്ങളിൽ മുടക്കം വരുത്തരുതെന്ന്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്നത് എ ഡേ ഇൻ മൈ ലൈഫ്. മോളെ, നീ ഇതുവരെ പള്ളിയിൽ പോകാൻ ഇറങ്ങിയില്ലേ? ഇപ്പോൾ തന്നെ സമയം താമസിച്ചു. ഇനി എപ്പോ പോകാനാ? ഞാൻ ഇന്ന് വരുന്നില്ല. ഇന്ന് എനിക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാനുള്ളതാ. ഡി, അവനെങ്കിലും എഴുന്നേറ്റോ? ഓ, അവൻ വെളുപ്പിന് വരെ ഗെയിം കളിച്ചിട്ട് പോത്തുപോലെ കിടന്നുറങ്ങുന്നുണ്ട്. ഇനി ആന കുത്തിയാലും അവൻ എണീക്കില്ല. നിങ്ങൾ പോയിട്ട് വാ, നമുക്കും കൂടി പ്രാർത്ഥിച്ചാൽ മതി. നിങ്ങൾ എന്തേലുമൊക്കെ കാണിക്കേ. ആരോട് പറയാനാ? ആര് കേൾക്കാനാ? നിങ്ങൾ ഇഷ്ടമുള്ളതുപോലെ ജീവിച്ചോ. ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുത്ത് ജീവിച്ചാൽ നിങ്ങൾക്ക് കൊള്ളാം. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇവിടെ കൂടി വന്നിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. ദൈവവചനം ചിന്തിക്കുന്നതിന് മുൻപായി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളോട് പറയാനുണ്ട്. എന്നെ വളരെയധികം വിഷമിപ്പിച്ചതും എൻ്റെ ഉറക്കം കെടുത്തിയതുമായ ഒരു സംഭവം നിങ്ങളോട് ഞാൻ അറിയിക്കട്ടെ. ഞാൻ പറയാൻ പോകുന്ന കാര്യം ഇവിടെ ഇരിക്കുന്ന യൗവനക്കാർക്ക് ഇഷ്ടപ്പെടണമെന്നില്ല. മാതാപിതാക്കളുടെ ശ്രദ്ധയ്ക്കായിട്ട് ഞാൻ പറയുകയാണ്. അയാൾ ഇന്നും തുടങ്ങി. ഇന്നിനി എന്താണാവോ പുതിയതായിട്ട്. എന്താന്ന് വെച്ചാൽ ഇരുന്ന് കേൾക്കാം. ഈ കാര്യം സഭയിൽ പബ്ലിക്കായി പറയാൻ പറ്റുന്നതല്ല, എങ്കിലും ഞാൻ പറയുകയാണ്. മനുഷ്യനെ ടെൻഷൻ അടിപ്പിക്കാണ്ട് കാര്യം പറ പാസ്റ്ററെ. ഹലോ, എല്ലാവരും ഒന്ന് നോക്കണേ, ഇവിടെ ഒന്ന് ശ്രദ്ധിക്കണേ. ഈ പ്രൊജക്ടറിൽ കാണിക്കുന്ന ഫോട്ടോ ഞാൻ ഇവിടെ പ്രസംഗിക്കുന്നതാണ്. കൺട്രോൾ റൂം, അടുത്ത സ്ലൈഡ് ഒന്ന് ഇടാവോ? കണ്ടില്ലേ? അതേ ഫോട്ടോയിൽ ജെമിനി എൻ്റെ ഷർട്ടിന്റെ കളർ മാറ്റി തന്നു. പാസ്റ്റർ അപ്ഡേറ്റഡ് ആണപ്പോ. നെക്സ്റ്റ് സ്ലൈഡ്. കണ്ടില്ലേ? ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഞാൻ റെയ്നോഡ് ബോങ്കയുടെ കൂടെ നിന്ന് പ്രസംഗിക്കുന്നത്. ഞാൻ എന്നോടൊപ്പം ഒരാളെ കൂടി ആഡ് ആക്കാൻ പറഞ്ഞപ്പോൾ അവർ ചെയ്തു തന്നത് എന്തെന്ന് കണ്ടില്ലേ? ഇപ്പോൾ ഇത് കണ്ടപ്പോൾ നിങ്ങൾക്ക് ചിരി വരുന്നു. ഇനി ഒരു കാര്യം പറയട്ടെ, ഇതുപോലെ തന്നെ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് ഓരോന്നായിട്ട് മാറ്റാനും പറ്റും. എല്ലാവരും എൻ്റെ കൂടെ ഉണ്ടല്ലോ അല്ലേ? ഞാൻ ഇത്രയും നേരം പറഞ്ഞതിൻ്റെ സീരിയസ്നെസ് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത്തരമുള്ള ചതികുഴികളിൽ നിങ്ങൾ വീഴാതെ വണ്ണം നിങ്ങളുടെ മക്കളെ നിങ്ങൾ സൂക്ഷിച്ചു കൊള്ളുക. അവരുടെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ നിങ്ങൾ നന്നായി ശ്രദ്ധിക്കുക. നിങ്ങൾ മാതാപിതാക്കളാണ്. നിങ്ങൾക്കാണ് നിങ്ങളുടെ മക്കളുടെ മേൽ പൂർണ്ണ ഉത്തരവാദിത്വം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഓ ഗൈസ്, അച്ഛൻ പള്ളിയിൽ പോയിട്ട് വന്നിട്ടുണ്ട്. ഇന്നത്തെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ചോദിക്കാം. ശോ, നിങ്ങളായിരുന്നു. ഞാൻ വിചാരിച്ച എൻ്റെ ഓർഡർ വല്ലതും വന്നതാണെന്ന്. നീ ഇന്ന് പള്ളിയിൽ വരേണ്ടതായിരുന്നു. പാസ്റ്റർ ഇന്ന് ഏതോ ഏനെ കുറിച്ചാണ് പറഞ്ഞത്. ആണിനെ പെണ്ണാക്കുന്നു, പെണ്ണിനെ ആണാക്കുന്നു, അങ്ങനെ എന്തൊക്കെയാ കൊച്ചു കേരളത്തിൽ നടക്കുന്നേ? ഓ, അതൊക്കെ അച്ഛനെ പറഞ്ഞ് പറ്റിച്ചതാ. പ്രോംപ്റ്റ് ഇട്ടാൽ ആരെയും സുന്ദരിയും സുന്ദരനുമാക്കാം. ഇതൊക്കെ ഉള്ളത് കൊണ്ടാ ഞാൻ ഈ സോഷ്യൽ മീഡിയ പിടിച്ചു നിൽക്കുന്നേ. ചേച്ചി, ഓർഡർ. അച്ഛൻ ഇതൊക്കെ ഇപ്പൊ അറിയുന്നേ ഉള്ളൂ. ഇതാണോ നിങ്ങൾ ഈ വിളിച്ചു കൂവിക്കൊണ്ട് വന്നത്? ഞാനങ്ങ് പേടിച്ചു പോയി. ഇതൊക്കെ പണ്ടേ നമ്മളെ ഫോട്ടോ വെച്ച് പിള്ളേർ ചെയ്യാറുണ്ട്. കഴിഞ്ഞ ആനിവേഴ്സറിക്ക് നമ്മൾ ഇതുവരെ പോകാത്ത താജ്മഹലിന്റെ ഫ്രണ്ടിൽ നമ്മൾ രണ്ടുപേരും ഇരിക്കുന്ന ഫോട്ടോയാണ് പിള്ളേർ സ്റ്റാറ്റസ് ഇട്ടത്. നിങ്ങൾ ഇതൊന്നും കണ്ടില്ലേ? ഇവിടെ വല്ലതും ഉണ്ടാ? വിശക്കട്. ഞാനൊന്നും ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടില്ല. നമുക്ക് വല്ല സ്വിഗ്ഗിയോ സൊമാറ്റോയോ ഓർഡർ ചെയ്യാം. ഓ, വെടിവെപ്പും യുദ്ധമൊക്കെ കഴിഞ്ഞ് എണീറ്റോ? തിന്നുക, കുടിക്കുക, ഉറങ്ങുക, സുഖ ജീവിതം. ദൈവത്തിന് കൊടുക്കേണ്ട സമയം പാഴായി കളഞ്ഞാൽ നിന്റെ ജീവിതം പാഴായി പോകും ചെറുക്ക. പറഞ്ഞില്ല എന്ന് വേണ്ട. ഓ, രാവിലെ തന്തവയ്പ് തുടങ്ങി. ആ മോളെ, നീയായിരുന്നോ? അകത്തേക്ക് വാ. ഞാൻ വിചാരിച്ചു എൻ്റെ ഗുപ്സൂരത് കുച്ചിപ്പുടി ലിപ്സ്റ്റിക്ക് വന്നതാണെന്ന്. അതിനി എന്ന് വരുമോ എന്തോ. എന്താ നീ പതിവില്ലാതെ? നീ എന്താ ഇന്ന് പള്ളിയിൽ വരാത്തെ? എനിക്ക് വയ്യായിരുന്നടി. അതിന് നല്ല 12 മണിവരെ നിനക്ക് കുഴപ്പമൊന്നും ഇല്ലായിരുന്നല്ലോ. അത് നീ എങ്ങനെ അറിഞ്ഞു? നിന്റെ ഡേ മൈ ലൈഫ് ഞാൻ കണ്ടായിരുന്നല്ലോ. എങ്ങനെ ഉണ്ടായിരുന്നു മോളെ? ലൈക്കും കമന്റ് ഒക്കെ ചെയ്തോ? ഓ പിന്നെ, സൺഡേ സ്കൂൾ ടീച്ചർ നിന്നെ അന്വേഷിച്ചു. അടുത്ത വീക്ക് നീ വരുമോ? ഓ, നോക്കട്ടെ. ഓക്കെ, ഞാൻ പോന്നേ. എന്റെ ദൈവമേ, സ്വർണ്ണ നൂലുകൾ പതിപ്പിച്ച 1,00,000 രൂപയുടെ കാഞ്ചീപുരം പട്ട് 2,000 രൂപയ്ക്കോ? ഓഫർ പ്രൈസോ? ഇപ്പൊ തന്നെ ബുക്ക് ചെയ്യാം.
ഹാ, അവസാനം എന്റെ ഗുപ്സൂരത് കുച്ചിപ്പുടി ലിപ്സ്റ്റിക്ക് വന്നു. ഗൈസ്, സുന്ദരനും സുമുഖനും കട്ടത്താടിയുമുള്ള ചേട്ടനാണ് ഇന്ന് ഓർഡർ കൊണ്ട് വന്നിട്ടുള്ളത്. നമുക്ക് ചേട്ടനോട് ചോദിക്കാം ഇന്നത്തെ ദിവസം എങ്ങനെ ഉണ്ടായിരുന്നു എന്ന്. ചേട്ടാ പറയൂ, പുറത്ത് നല്ല ചൂടുണ്ടോ? ചേട്ടാ ക്ഷീണിക്കാറുണ്ടോ? ചേച്ചി കുറച്ച് വെള്ളം കിട്ടുവോ? ഗൈസ്, ചേട്ടൻ എന്നോട് വെള്ളം ചോദിച്ചിരിക്കുകയാണ്. നമുക്ക് പോയി ചേട്ടന് വെള്ളം എടുത്തിട്ട് വരാം. ചേച്ചി ജീവൻ വേണേ ഓടിക്കോ, അകത്തുള്ളവർ പിടിച്ച് കടിക്കുമെന്നാ തോന്നുന്നത്. ഹാ, ഇത് കൊള്ളാം, ഇത് ഓർഡർ ചെയ്യാം. മോളെ ഇതൊന്ന് നോക്കിയേ. നീ എന്തിനാ ഇപ്പോ അവളെ വിളിക്കുന്നേ? എനിക്ക് ഓർഡർ ചെയ്യാൻ പറ്റുന്നില്ല. അതിന് നിന്റെ കയ്യിൽ ബാലൻസ് ഇല്ലല്ലോ. അയ്യോ, അതെങ്ങനെ? എന്റെ 1.5 ലക്ഷം എവിടെ പോയി? എന്താ അമ്മേ പ്രശ്നം? എന്റെ അക്കൗണ്ടിൽ കിടന്ന പൈസ ഒന്നും കാണാനില്ല. അതെങ്ങനെ? അമ്മ ഏതെങ്കിലും ലിങ്ക് ക്ലിക്ക് ചെയ്തോ? ഒരു സ്വർണം പതിപ്പിച്ച കാഞ്ചീപുരം സാരിക്ക് ഞാൻ ക്ലിക്ക് ചെയ്തായിരുന്നു. വേറൊന്നും ഞാൻ ചെയ്തില്ല. അയ്യോ പോയേ, ലൂട്ട് പോയേ, എന്നെ റിവൈവ്. നിങ്ങൾ നിർത്തിക്കോ നിങ്ങളെ സ്വർണം പതിപ്പിച്ച സാരി. ഹെഡ് ഷോട്ട്. ഇവന്മാർക്ക് അങ്ങനെ തന്നെ വേണം. അമ്മേ 1 മിനിറ്റ്. ഗൈസ്, എന്റെ അമ്മ തേഞ്ഞ് പറ്റിക്കപ്പെട്ടിരിക്കുകയാണ്. 1 ലക്ഷം രൂപയുടെ സാരി വെറും 2000 രൂപയ്ക്ക് വാങ്ങാൻ നോക്കിയതാ. ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? അത്യാഗ്രഹം ആപത്ത്. അവളുടെ ഒരു വ്ളോഗ്. ഞാൻ ആ ബാങ്ക് മാനേജറിനെ ഒന്ന് വിളിച്ചു നോക്കട്ടെ, എന്തേലും വഴിയുണ്ടോ എന്ന്. ഓടി പറ. എടി, ഒരു പ്രശ്നമുണ്ട്. നീ എങ്ങനെ എടുക്കുമെന്ന് എനിക്കറിയത്തില്ല. അതിനേക്കാളും വലിയ കാര്യങ്ങളാ ഇവിടെ നടക്കുന്നേ. അമ്മയുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് 1.5 ലക്ഷം രൂപ ആരോ തട്ടിക്കൊണ്ടുപോയി. ഞാനൊന്നും പറയണില്ല. ഞാനൊരു ലിങ്ക് അയച്ചിട്ടുണ്ട്, നീ തന്നെ കണ്ടു നോക്ക്. ഇതുപോലൊരു ലിങ്ക് പ്രസ് ചെയ്തതാ അമ്മയുടെ അക്കൗണ്ട് കാലിയായത്. നീ നോക്ക്. അയ്യോ, ഇതൊക്കെ ഞാൻ ചെയ്തതല്ല, ഇതാരോ മോർഫ് ചെയ്തതാ. എന്താ മോളെ ഞാനീ കാണുന്നേ? അടിക്കടാ, കൊല്ല് അടി. നിങ്ങളെന്തായി കാണിക്കുന്നേ? നിങ്ങൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഞാൻ നിങ്ങൾ ഉപദ്രവിക്കാനൊന്നും വന്നില്ലല്ലോ. പിന്നെ എന്തിനാ എന്നെ വന്ന് ഇങ്ങോട്ട് ഉപദ്രവിക്കുന്നേ? എന്നെ ഇനി ശല്യം ചെയ്യാനൊന്നും വരരുത്. എനിക്ക് റാങ്ക് വിഷയമുള്ളതാ. ഞാൻ ബാങ്കിൽ നിന്ന് വരുവാണ്. ഇത് സ്ഥലം SI. താങ്കളാണോ ജോസഫ്? അതെ മാഡം. എങ്ങനെയാണ് താങ്കളുടെ ഭാര്യയുടെ അക്കൗണ്ടിൽ നിന്ന് പൈസ പോയത്? ഭാര്യയുടെ അക്കൗണ്ടിൽ നിന്ന് മാത്രമല്ല, നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്നും ലക്ഷങ്ങൾ പോയിട്ടുണ്ട്. അയ്യോ ശരിയാണല്ലോ, എന്റെ അക്കൗണ്ടിലും പണം കാണുന്നില്ലല്ലോ. അതൊന്നും ഞങ്ങൾക്കറിയത്തില്ല. ഏതോ ഗെയിമിംഗ് അക്കൗണ്ടിലോട്ടാ ക്യാഷ് പോയേക്കണേ. ഇവിടെ ഗെയിം കളിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? അടി അവനെ മണ്ട നോക്കി അടി. നിങ്ങളടുത്ത് പറഞ്ഞ വേണ്ട. എന്താടാ എന്റെ മുമ്പിൽ വെച്ച് ഗുണ്ടായിസം കാണിക്കുന്നോ? ഗെയിം കളിച്ച് നിനക്ക് നിന്റെ അച്ഛനെ മനസ്സിലാവാതായോ? എടോ, ഒരു താൽക്കാലിക ഗെയിമിന് വേണ്ടി നിനക്ക് ജീവൻ തന്ന അച്ഛനെ തല്ലാൻ തുനിയുന്നോ? ഈ ലഹരി നിന്റെ വിവേകം കെടുത്തും. ഗെയിം മാറ്റിവെച്ച് അച്ഛനോട് മാപ്പ് ചോദിക്കൂ. മോനെ, ഞാനും ഒരു ദൈവവിശ്വാസിയാണ്. ദൈവത്തിൻ്റെ കൽപ്പനകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മാതാപിതാക്കളെ ബഹുമാനിക്കുക എന്നതാണ്. നീ അവരെ ഒരിക്കലും വേദനിപ്പിക്കരുത്. അവരെ ചേർത്ത് പിടിക്കണം. എന്നാൽ ദൈവം നിന്നെ തീർച്ചയായിട്ടും അനുഗ്രഹിക്കും. മക്കളെ, ഈ ലോകത്തിലെ ഇഷ്ടങ്ങളും ഏയും മറ്റു സുഖങ്ങളെല്ലാം മാറിപ്പോകും. അവസാനം നിന്റെ ജീവിതത്തിൽ കർത്താവും അമ്മയും അപ്പനും മാത്രമേ ഉണ്ടാകത്തുള്ളൂ. നീ ഇപ്പോൾ കർത്താവിൻ്റെ വഴി അനുസരിച്ച് നടന്നാൽ പിന്നീട് നീ ദുഃഖിക്കേണ്ടി വരത്തില്ല. മോളെ, റീൽസിൻ്റെയും യൂട്യൂബിൻ്റെയും ലൈക്കുകളിലല്ല, ദൈവത്തിൻ്റെ ദൃഷ്ടിയിലാണ് നീ വിലയുള്ളവളാകേണ്ടത്. മോനെ, ഗെയിമിങ്ങിലും യുദ്ധത്തിലുമല്ല, ജീവിതത്തിലെ ലക്ഷ്യങ്ങളിലാണ് നീ വിജയിക്കേണ്ടത്. ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിക്കുക. അവൻ വൃദ്ധനായാലും അത് വിട്ടു മാറുകയില്ല. ഈ ലഹരികൾ മാറ്റിവെച്ച് പ്രാർത്ഥനയിലേക്കും പഠനത്തിലേക്കും നിങ്ങൾ മടങ്ങി വരൂ. ദൈവം നമ്മെയും നമ്മുടെ കുടുംബത്തെയും നിശ്ചയപരമായി അനുഗ്രഹിക്കും. நானும் என் வீடும் என் வீட்டார் அனைவரும் ஓயாமல் நன்றி சொல்வோம். நானும் என் வீடும் என் வீட்டார் அனைவரும் ஓயாமல் நன்றி சொல்வோம். எவினே